ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ, ചൈന സന്ദർശനങ്ങൾക്കായി അല്പസമയത്തിനകം യാത്ര തിരിക്കും. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25ാമത് നേതൃതല ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ജനക്ഷേമത്തോടൊപ്പം രാജ്യവികസനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ശാക്തീകരണത്തിനായി ആവിഷ്കരിച്ച മത്സ്യശക്തി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. നവോത്ഥാന കേരളത്തിന് അടിത്തറ പാകിയവരിൽ പ്രമുഖനായ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുടെ ജന്മദിനം കേരളം സമുചിതമായി ആചരിച്ചു. തിരുവനന്തപുരത്ത് കനകക്കുന്ന് മുതൽ വെള്ളയമ്പലം വരെ നടന്ന ഘോഷയാത്ര മന്ത്രി OR കേളു ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് അയ്യങ്കാളി അനുസ്മരണ സമ്മേളനവും നടന്നു. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം 31-ന് ആരംഭിക്കും. നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2134 കോടി രൂപയാണ് തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ്. KSFEയുടെ നവീകരിച്ച വെബ്സൈറ്റിന്റെയും മൊബൈൽ ആപ്ലിക്കേഷന്റെയും പ്രകാശനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ചിട്ടിത്തവണകൾ, വായ്പാ തിരിച്ചടവുകൾ എന്നിവ ഓൺലൈനായി അടയ്ക്കുന്നതിനും നിക്ഷേപ വായ്പാ വിവരങ്ങൾ ഒരുമിച്ച് കാണുന്നതിനും ഇതിൽ സൗകര്യമുണ്ട്. കാസർഗോഡ് തലപ്പാടിയിലുണ്ടായ ബസ് അപകടത്തിൽ മരണസംഖ്യ 6 ഉയർന്നു. നിയന്ത്രണം വിട്ട കർണാടക RTC ബസ് സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. പരിക്കേറ്റ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. KSRTC നാളെ മുതൽ അടുത്ത മാസം 15 വരെ നടത്തുന്ന ഓണക്കാല സ്പെഷ്യൽ സർവീസുകളിലേക്ക് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് സർവീസുകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം പുന്നമടക്കായലിൽ മറ്റന്നാൾ നടക്കും. വള്ളംകളിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ആലപ്പുഴയിൽ ശനിയാഴ്ച പ്രാദേശിക അവധിയാണ്. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 9 റൺസ് ജയം. ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിലേക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ യോഗ്യത നേടി. അമേരിക്കൻ താരവുമായി നടന്ന മത്സരം സമനിലയിൽ പിരിഞ്ഞതാണ് പ്രജ്ഞാനന്ദയുടെ ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചത്. അടുത്ത മാസം 27 മുതൽ ശ്രീലങ്കയിൽ നടക്കുന്ന ഇൻഡോർ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് കണ്ണൂർ സ്വദേശികളായ നംഷാദ് വയപ്രത്തും മൊഹസിൻ നടമ്മലും തിരഞ്ഞെടുക്കപ്പെട്ടു. 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ലോക ഇൻഡോർ ക്രിക്കറ്റ് ഫെഡറേഷനാണ് സംഘടിപ്പിക്കുന്നത്. ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് നാളെ ബീഹാറിലെ രാജ്ഗിറിൽ തുടക്കമാകും. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗാണ് നയിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി മൊബൈൽ സർവീസ് കോഴ്സ് പഠിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് മന്ത്രി R ബിന്ദു. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും തിരുവനന്തപുരത്തെ കമ്പ്യൂട്രോൺ ട്രെയിനിംഗ് സൊല്യൂഷനും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടതായി മന്ത്രി അറിയിച്ചു. കേരളത്തിലെ സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച പ്രഥമ കേരള ആയുഷ് കായകൽപ് അവാർഡ് വിതരണോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കും. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 132 ആയുഷ് സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.